സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം അത് പിന്നീട് വഴിവിട്ട ബന്ധമായി വളരുന്നു. ഒടുവിൽ പെൺസുഹൃത്തിന്റെ ഭർത്താവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി പ്രതികാരം. കണ്ണൂരിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ കൊലപാതകത്തിന് പിന്നിലെ കഥകൾ ഇങ്ങനെയാണ്. കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകം ആസൂത്രിതമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു. രാധാകൃഷ്ണന്റെ ഭാര്യയുമായി സൗഹൃദം തുടരാൻ സാധിക്കാത്തതും കൊലപാതകത്തിന് കാരണമായി. കണ്ണൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇന്നലെ രാത്രി ഏറെ നടുക്കത്തോടെ നമ്മൾ കേട്ട വാർത്തയായിരുന്നു ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകം. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഈ കൊലപാതകത്തിന് മുൻപ്, ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ്, ഈ പ്രതി സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. തോക്ക് കൊണ്ട് ഉന്നം വെക്കുന്ന അടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായും ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള സന്ദേശം തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബൈജു, ടോമെ, അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് കൈതപ്രത്ത് ഇന്നലെ നടന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് കണ്ട, അതായത് സഹപാഠിയായിരുന്ന ഒരാൾ പിന്നീട് അവർക്ക് ആ സൗഹൃദം തുടരാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ആ ഭർത്താവിനെ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഏതായാലും തികച്ചും വ്യക്തിപരമായ ഈ പ്രശ്നങ്ങൾ കൊണ്ട്, ഒരു പ്രശ്നം കൊണ്ട് ഈ കൊലപാതകം എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇവർ തമ്മിൽ, അതായത് ഈ രാധാകൃഷ്ണൻ വീട് കരാറുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇവിടെ എത്തിയിരുന്നു. ഈ സന്തോഷ് എന്ന് പറയുന്ന ആൾ എത്തിയിരുന്നു. പിന്നീട് ഇവരുമായി കണ്ടുമുട്ടുകയും ഇവരെ ഒരു സഹപാഠി സംഗമം, അത്തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ സംഘടിപ്പിക്കുകയും പിന്നീട് ഒരു അടുപ്പം ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ്, ഇത്തരത്തിൽ ബന്ധം വഷളാവുന്ന അറിഞ്ഞ് ഈ കുടുംബം, ഈ രാധാകൃഷ്ണൻ ഇത് സംബന്ധിച്ച് പരിയാരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഒരു 3 മാസം മുൻപാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒത്തുതീർപ്പിലേക്ക് എത്തി ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് പിരിയുകയായിരുന്നു. പിന്നീട് ഈ സൗഹൃദം തുടരാൻ കഴിഞ്ഞില്ല. അത് വലിയ തോതിലുള്ള വ്യക്തി വൈരാഗ്യമായി മാറുകയും കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഈ രാധാകൃഷ്ണന്റെ നിർമ്മാണം നടക്കുന്ന വീടിന് സമീപം, അതായത് എല്ലാ ദിവസവും വൈകിട്ട് രാധാകൃഷ്ണൻ ഇവിടെ എത്താറുണ്ടെന്ന് ഇയാൾ കൃത്യമായി അറിയാം. അത് കൃത്യമായി കണക്കിലാക്കി ഇവിടെ എത്തി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ ഈ വെക്കാൻ ഉപയോഗിച്ച തോക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതിന് സമീപമായ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ വലിച്ചെറിഞ്ഞെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. എന്തായാലും പോലീസ് പരിശോധന ഇപ്പോഴും, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് പരിശോധന ഇപ്പോഴും ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രതിയെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. താൻ തന്നെയാണ് ഈ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയെന്ന കാര്യം ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ശാസ്ത്രീയ തെളിവുകൾ ഇതിന് ശേഖരിക്കേണ്ടതുണ്ട്. അത്തരം തെളിവുകൾക്കായി പോലീസ് ഇപ്പോഴും പരിശോധന, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പുഴയുടെ അടുത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പുഴയിലേക്ക് ഈ തോക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകുമെന്ന ഒരു നിഗമനം ആണ് പോലീസ് പറയുന്നത്. എന്നാലും ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ ഇതേ വീട്ടിൽ, ഈ നിർമ്മാണം നടക്കുന്ന വീട്ടിനകത്ത് തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ആ പ്രദേശവാസികളായ ആളുകൾ എത്തിയപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നു. ഇന്നലെ നല്ല മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെയാണ് കൂടുതൽ ചോദ്യം ചെയ്യുകയും അതോടുകൂടിയാണ് ഇയാൾ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് ഇന്നലെ വൈകിട്ട് 4:23 ഈ സന്തോഷ് തോക്കേന്ത് നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളിക്കുമെന്നത് ഉറപ്പായിരുന്നു എന്നാണ് അടിക്കുറിപ്പ്. അതിനുശേഷം 7:25 കൂടി മറ്റൊരു പോസ്റ്റ് ഇടുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്. എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ പെണ്ണ്, നിനക്ക് മാപ്പില്ല എന്ന് തുടങ്ങിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 7:27 കൂടി വീണ്ടും ഇയാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായി വരുന്നു. അതായത് ഈ കൊലപാതകത്തിന് തൊട്ട് മുൻപ് ഈ പോസ്റ്റ് ഇടുന്നു. അതിനുശേഷമായിരുന്നോ 7:27 ഇട്ട പോസ്റ്റ് കൊലപാതകത്തിന് ശേഷമായിരുന്നോ? തീർച്ചയായും. ആദ്യം തോക്കേന്ത്യ ആ
പോസ്റ്റ് അത് കൊലപാതകം നടത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപിട്ടതാണ്. അതേസമയം തന്നെ 7:27 ആ പോസ്റ്റ് അത് ഈ കൊലപാതകം നടത്തിയതിനു ശേഷമാണ് ഇയാൾ അത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നത്. അത് മാത്രമല്ല, പോലീസ് ഇയാളെ പിടികൂടുമ്പോൾ താനെല്ലാം പറയാം എന്ന രീതിയിൽ ഒരു കുറ്റസമ്മതം അവിടെ ആ പ്രദേശത്ത് നിന്ന് പിടികൂടുന്ന സമയത്ത് തന്നെ ഇയാൾ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇയാൾ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ പോലീസിന് രാത്രി വലിയ തോതിലുള്ള ഒരു ചോദ്യം ചെയ്യൽ നടന്നില്ല. രാവിലെയാണ് ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ കാര്യത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ സഹപാഠിയായിരുന്നു ഈ രാധാകൃഷ്ണന്റെ ഭാര്യ. പിന്നീട് ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്തതോടുകൂടി ഇവിടെ നിന്നും വീണ്ടും കണ്ടുമുട്ടുന്നു. അത് വീണ്ടും ഒരു സൗഹൃദവും പ്രണയവുമൊക്കെ ആയി മാറുന്നു. പിന്നീട് ഇവർ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കൂടി സംഘടിപ്പിക്കുന്നു. അവിടെ പല കാര്യങ്ങളും തുറന്നു പറയുന്നു. നമുക്കറിയാം, ഇത്തരം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഒരുപാട് ഇത്തരം പരിപാടികളിൽ ഒരുപാട് ഒളിച്ചോട്ടങ്ങൾ, ഒരുപാട് കുടുംബ ബന്ധങ്ങൾ തകരുന്ന രീതിയിലേക്കുള്ള ആ കാര്യങ്ങളൊക്കെ മാറുന്നത് ഒരുപാട് വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഈ സംഭവം മാറുന്നു. എന്നാൽ ഇത് രാധാകൃഷ്ണൻ ഇയാൾ ഇത് അറിയുകയും ഇത് പിന്നീട് ഇവർ തമ്മിൽ വലിയ തർക്കം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും അത് പോലീസ് സ്റ്റേഷനിലേക്ക് വരെ ഈ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് രണ്ടുപേരെയും ഇത്തരത്തിൽ ഈ പ്രത്യേകിച്ച് ഈ സന്തോഷിനെ താക്കീത് ചെയ്ത് വിടുകയായിരുന്നു. പിന്നീട് ഈ ബന്ധം ഇവർക്ക് സൗഹൃദം അല്ലെങ്കിൽ ഈ ബന്ധം ഇവരുമായുള്ള ബന്ധം തുടരാൻ ആയില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതാണ് വലിയ വൈരാഗ്യത്തിലേക്ക് കലാശിച്ചതും പിന്നീട് ഇയാളെ കൊല നടത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി അത്രത്തോളം ആസൂത്രിതമായി ഇയാൾ തോക്കുമായി ഇവിടെ എത്തുകയായിരുന്നു. ഇയാൾ ഈ പ്രദേശത്ത് കാട്ടുപന്നികളെയൊക്കെ വെടിവെക്കുന്ന ഒരു സംഘം റെസ്ക്യൂ ടീമുണ്ട്. ആ ടീമിലെ അംഗമാണ്. അത്രമാത്രമല്ല, ഈ വെടിവെക്കുന്ന ഒരാളായതുകൊണ്ട് ഇത്തരത്തിൽ കാട്ടുപന്നികളെയൊക്കെ വെടിവെക്കുന്ന ഒരാളായതുകൊണ്ട് ഇയാൾക്ക് തോക്ക് ഉപയോഗിച്ച് കൃത്യമായ ശീലവുമുണ്ട്. അതാണ് ഇയാൾ ഈ തോക്കുമായി ഇവിടെ എത്തുകയും കൃത്യമായി നെഞ്ചിൽ തന്നെയാണ് രാധാകൃഷ്ണന്റെ ഈ വെടിയുണ്ട ഏൽക്കുന്നതും ആ ചോരയിൽ കുളിച്ച് കിടക്കുന്ന രാധാകൃഷ്ണനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകിട്ട് ജീവൻ രക്ഷിക്കാനായില്ല. അത്രത്തോളം കൃത്യമായ ഉന്നം വെച്ച് കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതി ഇവിടെ എത്തിയത്. പക്ഷേ അപ്പോഴും ഈ പ്രതി കൃത്യമായി ഈ ആയുധം അത് കൃത്യമായി നശിപ്പിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ പോലീസിന് അത് കിട്ടാത്ത രീതിയിൽ അത് മാറിയിരിക്കുന്നു. ആ ആയുധം നിർണായകമാണ്. ഈ തോക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇതിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ പോലീസിന്. കാരണം ഇതിൽ ദൃക്സാക്ഷികളായി ആരുമില്ല. ഈ രാധാകൃഷ്ണന്റെ മകന്റെ അർപ്പിതിന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ആ എഫ്ഐആറിലാണ് കൃത്യമായി പറയുന്നത് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് കൃത്യമായി എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഈ രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം അത് തുടരാൻ സാധിക്കാത്തതിലുള്ള കൃത്യമായ വൈരാഗ്യം, ആ പക, അതാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. കൃത്യമായി ഇവിടെ എത്തുന്നത് ഈ രാധാകൃഷ്ണൻ വൈകുന്നേരങ്ങളിൽ ഈ നിർമ്മാണം നടക്കുന്ന വീടുകളിൽ എത്തിക്കുന്നത് കൃത്യമായി അറിഞ്ഞ് അവിടെ എത്തുകയും ആ കൊലപാതകം നടത്തിയതിനു ശേഷം അവിടെ നിന്ന് തന്നെ പോലീസിന് പിടികൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും കൂടുതൽ കാര്യങ്ങൾ ഇയാളിൽ നിന്നും ഇനിയും അറിയാനുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. എന്നാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇന്നലെ കൈതപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് ആ രീതിയിലുള്ള പോലീസ് അന്വേഷണവും ഈ ഇത്തരം കാര്യങ്ങളും കണ്ണൂരിൽ നിന്ന് KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ നടുക്കമുണ്ടാക്കുന്ന വാർത്തയായിരുന്നു ഇന്നലെ രാത്രി കണ്ണൂരിൽ നിന്നും, കണ്ണൂർ കൈതപ്പുറത്തു നിന്നും പുറത്തു വന്നത്. ഒരു വഴിവിട്ട സൗഹൃദം ഒടുവിൽ ക്രൂരമായ കൊലപാതകത്തിൽ കലാശിക്കുന്ന കാഴ്ച. ഇതോടെ